ഹായ് ഗൈസ്. സോ ഇന്ന് നമ്മൾ ഗോ ത്രൂ ചെയ്യാൻ പോകുന്നത് നമ്പേഴ്സ് എങ്ങനെ സ്ട്രിങ്സ് ആകുന്നു അല്ലെങ്കിൽ സ്ട്രിങ്സ് എങ്ങനെ നമ്പേഴ്സ് ആകുന്നു ജാവാസ്ക്രിപ്റ്റിൽ എന്നതിനാണ് നമ്മൾ ഗോ ത്രൂ ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ നമ്മൾ 20 എന്നൊക്കെ അടിച്ചപ്പോൾ ഇവിടെ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞു ഇത് ആഡായി വരുന്നത് ലൈക്ക് സ്ട്രിങ് കോൺകാറ്റിനേഷൻ നടക്കുന്നത്. ആക്ച്വലി ഇത് പ്രോപ്പർ അഡീഷൻ അല്ല എന്ന് പറഞ്ഞു, പ്രോപ്പർ മാത്തമാറ്റിക്കൽ അഡീഷൻ അല്ല നടക്കുന്നത്, അതിന് പകരം സ്ട്രിങ് കോൺകാറ്റിനേഷൻ ഇവിടെ നടക്കണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. സോ ഇന്ന് ഇത് ഫിക്സ് ചെയ്യാനാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്, എങ്ങനെ നമുക്കിത് ഫിക്സ് ചെയ്തെടുക്കുക എന്നുള്ളത്. സോ നമുക്ക് നമ്മുടെ കോഡിൽ പോകാൻ തിരിച്ച്. ഓക്കെ, സോ കോഡ് പോയി ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാവുമെന്ന് വെച്ചാൽ ഈ ഇതുണ്ട് ലൈക്ക് കറണ്ട് റിസൾട്ട് ഈക്വൽ ടു കറണ്ട് റിസൾട്ട് പ്ലസ് യൂസർ ഇൻപുട്ട് വാല്യൂ നമ്മൾ എഴുതി വെച്ചിരുന്നു. ഓക്കെ, സോ ഇതിൽ നമ്പർ ടൈപ്പ് ആണ്, കാരണം ഇതിൻ്റെ വാല്യൂ കറണ്ട് റിസൾട്ടിൻ്റെ നമ്പർ ടൈപ്പാണ്, ഇതിൻ്റെ വാല്യൂ 0 ആണ് ഇനീഷ്യലി വരുന്നത്. സോ അത് നമ്മൾ എടുക്കുന്നുണ്ട്, 0 എടുക്കുന്നുണ്ട്. പക്ഷേ യൂസർ ഇൻപുട്ട് ഡോട്ട് വാല്യൂ നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇത് HTML ഇൻപുട്ട് ഫീൽഡിൽ നിന്നും വരുന്നൊരു വാല്യൂ ആണ് നമ്മൾ പറഞ്ഞു. യൂസർ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെണ്ടർ ഡോട്ട് ജെസിൽ എഴുതിയിട്ടുണ്ട്. യൂസർ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഈ ഇൻപുട്ട് എൻ്റർ ഇൻപുട്ട് നമ്മൾ ഈ ടൈപ്പ് ചെയ്യുന്ന ഇൻപുട്ടിൻ്റെ ID എടുത്തിട്ട് അവിടുന്ന് അതിൻ്റെ ആ ഡോമിൽ നിന്ന് ആ എലമെൻറ്റിൻ്റെ വാല്യൂ കറണ്ട്ലി എടുക്കുകയെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇതെന്താ ഞാൻ ലേറ്റർ ഓൺ ഗോ ത്രൂ ചെയ്യാം, ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് വഴിയൊക്കെ ലേറ്റർ ഓൺ ഗോ ത്രൂ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുക, ഈ ഇൻപുട്ടിൽ നിന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത ഇൻപുട്ടിൽ നിന്ന് വാല്യൂ എടുക്കുമ്പോൾ നമ്മൾ ഈവൻ നമ്പറാണ് കൊടുക്കുന്നെങ്കിൽ കൂടിയും നമുക്ക് വരുന്നത് എന്തായിട്ടാണ്, സ്ട്രിങ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, കിട്ടുന്ന വാല്യൂ എപ്പോഴും സ്ട്രിങ് ആണ്. ആക്ച്വലി നമ്മൾ എന്ത് ടൈപ്പ് ചെയ്താലും നമ്മുടെ ഇൻപുട്ട് വാല്യൂ എടുക്കുന്ന ടൈമിൽ അത് സ്ട്രിങ് ആയി മാറും. ഈവൻ നമ്പർ ടൈപ്പ് ചെയ്താൽ കൂടിയും അത് സ്ട്രിങ് ആയി മാറും. ഓക്കെ, നമ്മുടെ ഇൻഡെക്സ് ഡോട്ട് JS ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ഇൻഡെക്സ് ഡോട്ട് HTML ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ സെക്ഷൻ ഇൻപുട്ട് ടൈപ്പ് ചെയ്തിട്ട് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തു നോക്കി. പക്ഷേ നമ്പർ എന്ന് പറഞ്ഞാൽ കൊടുത്താലും ഇൻപുട്ടിൽ നിങ്ങൾ എന്ത് ടൈപ്പ് ചെയ്താലും ആ ടൈപ്പ് ചെയ്ത വാല്യൂ ബേസിക്കലി എന്തായിരിക്കും, സ്ട്രിങ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ കൺഫ്യൂഷൻ വരും. എന്ന് വെച്ചാൽ നമ്പർ പ്ലസ് സ്ട്രിങ് ആവണമെങ്കിൽ എന്തായിരിക്കും എന്നുള്ളതാണ് ജാവാസ്ക്രിപ്റ്റിൻ്റെ കൺഫ്യൂഷൻ വരിക. നമ്പർ സ്ട്രിങ് കൂടി വരികയാണെങ്കിൽ എന്തായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ജാവാസ്ക്രിപ്റ്റ് അതിനോട് പറയുന്നത് വെച്ചാൽ എനിക്കിത് മാത്തായിട്ട് ആഡ് ചെയ്യാമെന്നൊന്നും അറിയില്ല, കാരണം സ്ട്രിങ് ആണ് വന്നിരിക്കുന്നത്. സോ നമുക്കൊരു കാര്യം ചെയ്യാം, ജോയിൻ ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് ജാവാസ്ക്രിപ്റ്റ് സേഫർ സൈഡ് എടുക്കും, അതായത് സ്ട്രിങ് കോൺകാറ്റിനേഷൻ ചെയ്യും, അത് നമ്പറിന് സ്ട്രിങ് ആക്കി ചേർക്കും ആക്ച്വലി. സോ അതുകൊണ്ടാണ് നമ്മുടെ എക്സാമ്പിളിൽ 0 + 5 + അങ്ങനെ വരുന്നത്. ആക്ച്വലി അത് സ്ട്രിങ് കോൺകാറ്റിനേഷൻ ആയിട്ട് മാറുന്നത് നമ്മുടെ ഇവിടുത്തെ കേസിൽ, കാരണം നമ്പർ സ്ട്രിങ്ങും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്ട്രിങ് കോൺകാറ്റിനേഷൻ ആയിട്ട് എടുക്കുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഇഷ്യൂ വന്നിരുന്നത്. ഇത് ജാവാസ്ക്രിപ്റ്റിൻ്റെ ഡീഫോൾട്ട് ബിഹേവിയർ ആണ്. ഓക്കെ, അത് ഗസ് ചെയ്യാൻ ശ്രമിക്കില്ല, വാല്യൂ നമ്പർ ആണോ എന്നൊന്നും ഗസ് ചെയ്യില്ല. ആക്ച്വലി ബ്രൗസർ സിംപ്ലി എന്ന് വെച്ചാൽ അസ്യൂം ചെയ്യും എല്ലാ യൂസർ ഇൻപുട്ടും സ്ട്രിങ് ആണെന്നുള്ളത്. ഇവിടെ എന്ത് ഇൻപുട്ട് ചെയ്താലും അത് സ്ട്രിങ് ആണെന്നുള്ളതാണ് അവർ അസ്യൂം ചെയ്യാം. ഓക്കെ, പക്ഷേ നമുക്കിത് മാത്തായിട്ട് ചെയ്യണം. അതിനെ നമുക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഈ എടുക്കുന്ന വാല്യൂ സ്ട്രിങ് ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ നമ്മുടെ കോഡിൽ ഇവിടെ യൂസർ ഇൻപുട്ട് ഡോട്ട് വാല്യൂ നമ്മൾ എടുത്തിരുന്നു. സോ ഈ സ്ട്രിങ്ങിനെ നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അത് ചെയ്യാൻ ജാവാസ്ക്രിപ്റ്റിൽ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് നമുക്കുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് ബിൽറ്റ് ഇൻ ഫങ്ഷൻ നമ്മൾ യൂസ് ചെയ്യാൻ നമ്പർ ആക്കി മാറ്റാനുള്ളത് പാഴ്സ് ഇൻറ്റ് എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. പാഴ്സ് ഇൻറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് സേവ് ചെയ്യാം. ഓക്കെ, സോ പാഴ്സ് ഇൻറ്റ് എന്ന് വെച്ചാൽ ഇത് സ്ട്രിങ്ങിനെ കൺവേർട്ട് ചെയ്ത് ഇൻറ്റീജർ നമ്പറാക്കി മാറ്റും. വേറെ നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ പാഴ്സ് ഫ്ലോട്ട് ഉണ്ട്, പാഴ്സ് ഫ്ലോട്ട്. അതെന്ന് പറഞ്ഞാൽ ഈ സ്ട്രിങ്ങിനെ ഡെസിമൽ നമ്പർ ഉള്ളൊരു നമ്പറാക്കി മാറ്റും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. സോ ഇപ്പോൾ നമുക്ക് റൺ ചെയ്ത് നോക്കിയിട്ട് കുറച്ചും കൂടി ആയത് നിങ്ങൾക്ക് ഐഡിയ കിട്ടും പറയുമ്പോൾ. +1 ഇപ്പോൾ ആഡീഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഞാനിവിടെ പ്ലാസ് ഫ്ലോട്ട് കൊടുത്തു എന്നുള്ളൂ. നമുക്ക് ഇൻറ്റീജർ ഇപ്പോൾ നമ്മൾ പോയിൻ്റ് ഒന്നും കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻറ്റീജർ കൊടുക്കാം. ഞാൻ തിരിച്ച് ഇൻറ്റീജറിലേക്ക് കൊടുക്കും, കാരണം ഞാൻ ഡെസിമൽ നമ്പർ കൊടുക്കില്ല എന്ന് എനിക്കൊരു, കാരണം ഞാൻ കൊടുക്കുന്നില്ല, അതുകൊണ്ട് ഞാനത് ഇൻറ്റീജറാക്കി പാഴ്സിൻ്റെ വെച്ച് യൂസ് ചെയ്തെന്ന് മാത്രം. ഓക്കെ, ജാവാസ്ക്രിപ്റ്റിന് അപ്പോൾ മാത്തായിട്ട് ഇത് ആഡ് ചെയ്യാൻ പറ്റും, കാരണം ഈ പാഴ്സിൻ്റെ ഓഫ് ഇപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്ന വാല്യൂ 10 ആണ് വരുന്നത്. അപ്പോൾ പാഴ്സിൻ്റെ ഓഫ് 10 എന്ന് പറഞ്ഞാലും അത് നമ്പർ 10 ആക്കി എടുക്കും ആക്ച്വലി. സോ ഇവിടെ ശ്രദ്ധിക്കുക വെച്ചാൽ പാഴ്സിൻ്റെ എന്ന് പറഞ്ഞാൽ ഡെസിമൽ വാല്യൂസ് കട്ട് ചെയ്യും. സോ നിങ്ങൾ 10.5 എന്ന് കൊടുത്തു കഴിഞ്ഞാലും അത് പാഴ്സിൻ്റെ എന്ന് പറയുമ്പോൾ 10 എടുക്കുള്ളൂ. പക്ഷേ പാസ്പോർട്ടിൽ ഇപ്പോൾ 10.5 കൊടുത്താലും എടുക്കും. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാഴ്സ് ഇൻറ്റിൽ നമ്മൾ 10.5 കാരണം നമ്മൾ ഫ്ലോട്ടാണ് കൊടുത്തിരുന്നത്, റീലോഡ് സേവ് ചെയ്തിട്ടില്ല.
പാഴ്സിൻ്റെ ഒന്ന് റീലോഡ് ചെയ്യാം. ഓക്കെ 10 പ്ലസ് 1.5 പ്ലസ് 11 എടുത്തിട്ടുള്ളൂ. 0.5 എടുത്ത് കളഞ്ഞു ആക്ച്വലി. അത് പാഴ്സിൻ്റെ കൊടുത്ത കാരണം നിങ്ങൾക്കത് ഡെസിമൽ വേണമെന്നുണ്ടെങ്കിൽ പാഴ്സ് ഫ്ലോട്ടായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെസിമൽ വാല്യൂസും കൊടുക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ തിരിച്ചെഴുതാം. നമുക്ക് 10 പ്ലസ് 1.5 ഇപ്പം നമുക്ക് എന്താ വെച്ചാൽ 11.5 കിട്ടി. സോ ഇതുകൊണ്ട് ഇൻറ്റീജർ യൂസ് ചെയ്യുമ്പോൾ പാഴ്സിൻ്റും ഡെസിമൽ നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ പാഴ്സ് ഫ്ലോട്ട് നിങ്ങൾ കൊടുക്കണം. ഓക്കെ, സോ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ കറസ്പോണ്ടിങ്ങിൽ ആഡ് ചെയ്തപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. ഇനി നമുക്ക് നമ്മുടെ ആക്ച്വൽ ഔട്ട്പുട്ടിന് ഇവിടെ കിട്ടുന്നത് സ്ട്രിങ് കോൺകാറ്റനേഷൻ ഒന്നല്ല കിട്ടുന്നത്. ഓക്കെ, ഇതൊരു ഷോർട്ട് കട്ട് ട്രിപ്പും കൂടി പറയാം. പാഴ്സിൻ്റെ വേണമെങ്കിൽ ചേർക്കേണ്ടതില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്, പക്ഷെ ഞാൻ അധികം ട്രൈ ചെയ്തിട്ടില്ല. നമുക്ക് നോക്കാം. അത് ഒരു പ്ലസ് ആഡ് ചെയ്താൽ മതി ഇതിൻ്റെ ഫ്രണ്ടിൽ. സേവ്, ഒന്ന് റീലോഡ് ചെയ്യാം. 10 പ്ലസ് 1 11. ശരി, ഒരു പ്ലസ് സൈന് സ്ട്രിങ്ങിൻ്റെ മുന്നിലൊരു പ്ലസ് സൈനും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ന് വെച്ചാൽ ആ പാഴ്സിന് അതിൻ്റെ നമ്പറാക്കി മാറ്റുക വെച്ചാൽ. ഓക്കെ, അതാണ് ചെയ്യുന്നത്. സോ ഇവിടെ ബേസിക്കലി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ പ്ലസ്, ഈ ആദ്യത്തെ പ്ലസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന അഡീഷൻ ഓപ്പറേറ്ററാണ് ഉള്ളത് എന്ന് വെച്ചാൽ ആഡ് ചെയ്യാനുള്ള ഓപ്പറേഷൻ ആണെന്ന് പറയും. രണ്ടാമത്തെ പ്ലസ് നമ്മൾ ഈ ചൂസ് ചെയ്തത് ഇതിന് മുന്നിട്ട് രണ്ടാമത്തെ പ്ലസ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടൈപ്പ് കൺവേർഷന് വേണ്ടിയിട്ടാണ്, സ്ട്രിങ്ങിനെ നമ്പർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ടാമത്തെ പ്ലസ് ഇട്ടിരുന്നത്. പക്ഷേ നിങ്ങൾ പാസിൻ്റെ അല്ലെങ്കിൽ പ്ലാൻ ഫോർട്ട് എക്സ്പ്ലിസിറ്റ്ലി ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. സോ കോഡ് വായിക്കുമ്പോൾ അത് വ്യക്തമായിട്ട് കാണാനൊക്കെ പറ്റും. സോ ഞാൻ ഇതിനെ പറ്റിയിട്ട് അതാണ് കുറച്ചും കൂടി ബെറ്റർ. പാഴ്സ് ഫ്ലോട്ട് ഞാൻ കൊടുക്കാം തൽക്കാലം. ഓക്കെ, സോ ഇത് കൊടുക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്ററാണ്. കോഡ് വായിക്കാനൊക്കെ ആയിട്ട് മനസ്സിലാവും. മറ്റേതെന്ന് പറഞ്ഞാൽ ഷോർട്ട് കട്ടാണ്, സിമ്പിളായിരിക്കും, ഷോർട്ടായിരുന്നു, പക്ഷേ റീഡബിലിറ്റി അതിന് കുറവാണ്. അതുകൊണ്ട് പ്രൊഫഷണൽസൊക്കെ കോഡ് ചെയ്യുന്ന ടൈമിൽ പാഴ്സിൻ്റെ അല്ലെങ്കിൽ പാഴ്സ് ഫ്ലോട്ടാണ് കൂടുതൽ അവർ പ്രിഫർ ചെയ്യുക. ഓക്കെ, സോ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഇനി നമ്പറിനെ സ്ട്രിങ് ആക്കാനായിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അതും ഭയങ്കര എളുപ്പമാണ്. ഇപ്പോൾ എൻ്റെ ഒരു നമ്പർ ഉണ്ട്, ഞാൻ ഇവിടെ തൽക്കാലം ഇതാ കോൺസ്റ്റ് നം ഈക്വൽ ടു 5. ഓക്കെ, ഇതിനെ ഞാൻ സ്ട്രിങ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു മെത്തഡ് യൂസ് ചെയ്യാം, നം ഡോട്ട് ടു സ്ട്രിങ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചാൽ മതി. സോ ഈ നമ്പർ എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഇൻറ്റീജർ ആണെന്നെങ്കിൽ ഇൻറ്റീജർ, ഫ്ലോട്ട് അതിനെ പിടിച്ചിട്ട് അത് സ്ട്രിങ് ആക്കി കൺവേർട്ട് ചെയ്യും. സോ ഡോട്ട് ടു സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഒരു മെത്തേഡ് ഉണ്ട്, അത് വിളിച്ചു കഴിഞ്ഞാൽ നമ്പറിനെ സ്ട്രിങ് ആക്കി മാറ്റും. പക്ഷേ സാധാരണയായിട്ട് സ്ട്രിങ് ഞാൻ നമ്പറിലേക്ക് കൺവേർഷനാണ് കൂടുതലും അത് നമ്മൾ കണ്ടിട്ടുള്ളത്. കാരണം ജാവാസ്ക്രിപ്റ്റ് ഓൾറെഡി സ്ട്രിങ് ആയിട്ടാണ് ഒരുവിധം എടുക്കുന്നത് ഇൻപുട്ട്സ് ചെയ്യുന്നൊക്കെ ഡാറ്റ. സോ അതുകൊണ്ടാണ് നമ്മൾ സ്ട്രിങ്ങിനെ നമ്പറിലേക്ക് കൂടുതൽ നമ്മൾ മിക്ക സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്, കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അതിനാൽ നമുക്കിപ്പോൾ മനസ്സിലായി HTML ഇൻപുട്ട് നമ്മൾ എപ്പോൾ വാല്യൂ എടുത്താലും അതിൽ നിന്ന് നമുക്ക് സ്ട്രിങ്ങേ കിട്ടുള്ളൂ എന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഓക്കെ, ഇനി ജാവാസ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ അത് സ്ട്രിങ് എടുത്തു കഴിഞ്ഞാൽ കോൺകാറ്റനേറ്റ് ബൈ ഡിഫോൾട്ട് ചെയ്യും. ആ പ്ലസ് ഓപ്പറേറ്റർ ഉണ്ടെങ്കിൽ സ്ട്രിങ് നമ്പർ ആണെങ്കിൽ കോൺകാറ്റനേറ്റ് ചെയ്യും. സോ കൺവേർഷന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് പാഴ്സിൻ്റെ പാസ് ഫ്ലോട്ട് യൂസ് ചെയ്തിട്ട് ഈ സ്ട്രിങ്ങിനെ നമ്മൾ നമ്പറാക്കി ചേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടു സ്ട്രിങ് യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്പറിനെ സ്ട്രിങ് ആക്കുകയാണെങ്കിൽ ടു സ്ട്രിങ് യൂസ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ തൽക്കാലം കമൻറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നമ്മുടെ ആഡ് ഫങ്ഷനാലിറ്റി ഓൾമോസ്റ്റ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഞാനൊരു സെക്ഷനും കൂടി ഗോ ത്രൂ ചെയ്യാം നിങ്ങൾക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ടൈപ്പ് കൺവേർഷൻ്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഈ നമ്പറും സ്ട്രിങ്ങും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് എന്താ വെച്ചാൽ 33 കിട്ടാം. കാരണം സ്ട്രിങ് കോൺകാറ്റനേഷൻ നടക്കും. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഹായ് എഴുതി, സ്ട്രിങ് നമ്മൾ എഴുതി, എന്നിട്ട് ഞാൻ മൈനസ് ഓപ്പറേറ്റർ ഇട്ടു, എന്നിട്ട് ഇവിടെ ഐ ഇട്ടു. ഓക്കെ, എന്ന് വെച്ചാൽ രണ്ട് സ്ട്രിങ്, ഒരു സ്ട്രിങ് മൈനസ് അടുത്ത സ്ട്രിങ്, അപ്പോൾ NAN കിട്ടുക. നോട്ട് എ നമ്പർ എന്ന് പറഞ്ഞിട്ട് NAN ആണ് നമുക്ക് കിട്ടുക. കാരണം ഈ NAN എന്താ വെച്ചാൽ അരിത്തമെറ്റിക് ഓപ്പറേഷന് സപ്പോർട്ട് ചെയ്യില്ല. ഇപ്പം നെഗറ്റീവ് എന്നൊക്കെ പറയുന്നത് മാത്തമാറ്റിക്കൽ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് അല്ലേ. സോ അതിന് സ്ട്രിങ്സ് വെച്ച് സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് അത് NAN എന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ കിട്ടിയിരുന്നത്. പിന്നെ ജാവാസ്ക്രിപ്റ്റ് അത്യാവശ്യം സ്മാർട്ടാണ് ആക്ച്വലി. സോ നമ്മളിപ്പോൾ 3 ഇൻറ്റു എന്നിട്ട് നമ്മൾ സ്ട്രിങ്ങിൽ 3 എഴുതി കഴിഞ്ഞാൽ നമുക്ക് 9 കിട്ടും. കാരണം എന്ന് വെച്ചാൽ അത് ഡീഫോൾട്ടായിട്ട് കൺവേർട്ട് ചെയ്യും ആക്ച്വലി ഈ സ്ട്രിങ്ങിനെ. ഇപ്പോൾ ഇൻറ്റു ഈ ഓപ്പറേറ്റേഴ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് ബൈ ഡീഫോൾട്ട് ടൈപ്പ് കൺവേർഷൻ ചെയ്തിട്ട് സ്ട്രിങ്ങിനെ അത്
നമ്പറാക്കി മാറ്റും ഇവിടെ. അതുകൊണ്ട് ഇത് 9 നമുക്ക് കിട്ടി. ഇറ്റ് ഈൽസ് ദാറ്റ് നമ്പർ 9 ആക്ച്വലി സ്ട്രിങ് 9 അല്ല നമുക്ക് കിട്ടുക, നമ്പർ 9 ആണ് നമുക്ക് ഇവിടെ കിട്ടുക. അത് നിങ്ങൾ ഓർക്കണം. കാരണം നമ്പർ ഇൻറ്റു ഇത് നമ്പറാക്കി മാറ്റും. ഓക്കെ, കാരണം ഇവിടെ ഇൻറ്റു ഓപ്പറേറ്റർ ഉണ്ട്. ഓപ്പറേറ്റർ കാണുമ്പോൾ അതിന് മനസ്സിലായി ഇത് സ്ട്രിങ് ആണ്, സ്ട്രിങ്ങിൻ്റെ നമ്പർ കൺവേർട്ട് ചെയ്യാൻ നോക്കും, എന്നിട്ട് നമുക്ക് എടുക്കും. സോ സെയിം പോലെ തന്നെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. കാരണം 3 - 3 0 ആക്കി കിട്ടും. കാരണം ഇവിടെ ഇത് കൺവേർട്ട് ചെയ്യും, ഇവിടെയും ഈ സ്ട്രിങ്ങിനെ നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, സോ ഇവിടെ നമുക്ക് 3 + 3 33 തരാൻ കാരണം എന്ന് വെച്ചാൽ ജാവാസ്ക്രിപ്റ്റ് യൂസേഴ്സ് ഈ പ്ലസ് ഓപ്പറേറ്റർ സ്ട്രിങ് കമ്പൈൻ ചെയ്യാൻ കൂടി യൂസ് ചെയ്യുന്നുണ്ട്. സോ അത് അങ്ങനെ മനസ്സിലാക്കി എടുത്തിട്ടാണ് അത് 33 തരുന്നത്. പക്ഷേ ഇവിടെ ബാക്കിയെല്ലാം അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സാണ് സംഭവം ജാവാസ്ക്രിപ്റ്റിനെ സംബന്ധിച്ചിട്ട്. സോ അത് കൺവേർട്ട് ചെയ്യാൻ നോക്കും. പ്ലസ്സിൽ ഇത് അഡീഷന് പകരം അത് സ്ട്രിങ് കോൺകാറ്റനേഷൻ കൂടിയും ജാവാസ്ക്രിപ്റ്റ് ഫീച്ചർ ആയതുകൊണ്ട് അത് ആഡ് ചെയ്യും കൂടി ചെയ്യുന്നു. അതുകൊണ്ടാണ് നമുക്കിവിടെ 33 കിട്ടിയത്. സോ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. ആസ് യൂഷ്വൽ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ്സിൽ മെൻഷൻ ചെയ്താൽ ഞാൻ ഒന്നുകൂടി ഫിക്സ് ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. പക്ഷേ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ പുറത്ത് നല്ല റിസോഴ്സസ് അവൈലബിൾ ആണ്. സോ അതൊക്കെ നിങ്ങൾ ഗോ ത്രൂ ചെയ്യുക, നല്ലൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൻ്റെ അറ്റ്ലീസ്റ്റ്. കാരണം അത് യൂസ്ഫുള്ളായിരിക്കും. നിങ്ങൾ പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ പ്രൊജക്ട്സിലൊക്കെ വർക്ക് ചെയ്യുന്ന ടൈമിൽ കുറച്ചും കൂടി ഹെൽപ്ഫുള്ളായിരിക്കും അത്. സോ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ റാപ്പപ്പ് ചെയ്യണം. താങ്ക്സ് എ ലോട്ട്. ബൈ.